നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെട്ട് ജീവിതം വീർപ്പുമുട്ടിയ വൈക്കം സ്വദേശിനി മിനിയും രണ്ട് മക്കളും തലചായ്ക്കാൻ ഒരു കൂര പോലുമില്ലാതെ നിസ്സഹായതയിലാണ് ഈ കുടുംബം. ഭർത്താവിന്റെ മരണശേഷം ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുകയാണ് രോഗബാധിതയായ മിനി. തലചായ്ക്കാൻ ഒരിടമില്ലാതെ രണ്ടു മക്കളുമായി ജീവിതം പ്രതിസന്ധിയിലായി കഴിയുകയാണ് വൈക്കം മടവന്തൂരത്തിൽ മിനി സന്തോഷ്. 4 തൂണുകൾ നാട്ടിയ ഷെഡിലാണ് ഈ കുടുംബത്തിന്റെ താമസം. ഭർത്താവ് സന്തോഷിന്റെ മരണശേഷം മിനിക്ക് കൂട്ടായുള്ളത് മക്കളായ സഞ്ജുവും സനീഷും മാത്രം. 10ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന ഇവരുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളും ഈ കൂരയ്ക്കുള്ളിൽ തന്നെ. വീട് നിർമ്മാണത്തിന് 2008-ൽ പഞ്ചായത്തിൽ നിന്നും പണം ലഭിച്ചിരുന്നുവെങ്കിലും മിനിയുടെ ചികിത്സയ്ക്കായി ചിലവഴിക്കേണ്ടി വന്നു. അതിനിടയിലാണ് ഭർത്താവ് സന്തോഷിന്റെ അപ്രതീക്ഷിത മരണവും. ഇനി വീട് നിർമ്മാണത്തിന് പണം ലഭിക്കണമെങ്കിൽ 12 വർഷം കഴിയണമെന്നാണ് നിയമം. ഇവിടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായങ്ങളും ലഭിക്കേണ്ടതാണ്. എന്നാൽ മുൻപ് ഇവർക്ക് വീട് പഞ്ചായത്തിൻ്റെ കിട്ടിയിരുന്നു. അത് ഈ ചേച്ചിയുടെ വാദസംബന്ധമായ അസുഖം മൂലം തുടർന്ന് പണി കഴിപ്പിക്കുവാനായിട്ടോ അത് പണി തീർക്കുവാനായിട്ടോ സാധിച്ചിട്ടില്ല. അതിനാൽ അവിടെ പഞ്ചായത്തിൽ നിന്നുള്ള ഫണ്ട് അനുവദിക്കുന്നതിൽ ഒരു നിയമ തടസ്സം നിലവിലുണ്ട്. ഏത് നിമിഷവും തകരാവുന്ന ഷെഡിൽ ഒരു പായയിലാണ് 3 പേരും അന്തിയുറങ്ങുന്നതും. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം മാത്രമാണ് ഈ കുടുംബത്തിനുള്ളത്. വീട് വെക്കാനാണ് ആഗ്രഹമുണ്ട്, കുഞ്ഞുങ്ങളായിട്ടിരുന്ന് പഠിപ്പിക്കണം ആഗ്രഹമുണ്ട്. കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരാണ്. മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്, മറുപടിയൊന്നും കിട്ടിയിട്ടില്ല. സമീപവാസികളുടെ സഹായത്തിലാണ് ഇവരുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിയമത്തിന്റെ നൂലാമാലകൾ ഒഴിവാക്കാൻ സർക്കാരിന്റെയും താങ്ങായി നിൽക്കാൻ സഹായമനസ്കരുടെയും കനിവിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ക്യാമറമാൻ അരവിന്ദിനൊപ്പം അമൽകൃഷ്ണൻ, റിപ്പോർട്ടർ, കോട്ടയം.